ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ സ്കൈ നിയർ അറ്റ് ഹാൻഡ്, കയ്യെത്താ ദൂരത്ത് ആകാശം എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ വിലയിരുത്തൽ ലെറ്റ്സ് അസസ് എന്ന പ്രവർത്തനവുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്റർ എക്സ്പ്ലനേഷനും അതിൻ്റെ ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണോ പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്പേസ്? എന്താണ് ബഹിരാകാശം? The space is the hard vacuum without air outside the earth's surface. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ കോൺസ്റ്റലേഷൻസ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് 2 കോൺസ്റ്റലേഷൻസ്. എന്താണ് നക്ഷത്രഗണങ്ങൾ? 2 നക്ഷത്രഗണങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. കോൺസ്റ്റലേഷൻസ് ആർ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഇമാജിൻഡ് ഇൻ ടു സ്പേസ് by joining them together using line. ആകാശത്തിലെ നക്ഷത്രങ്ങളെ ചേർത്ത് വെച്ച് അവയുടെ ആകൃതികളായി സങ്കല്പിക്കുന്ന നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പുകളെയാണ് നമ്മൾ നക്ഷത്രഗണങ്ങൾ എന്ന് പറയുന്നത്. ഒരു നക്ഷത്രഗണമാണ് ദ ഹണ്ടർ, ഓറിയോൺ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ കോൺസ്റ്റലേഷൻ വിസിബിൾ ഇൻ ദ ഈസ്റ്റേൺ ഹൊറിസോൺ അറ്റ് ഡസ്ക് ഇൻ ഡിസംബർ. When the stars are connected, we can imagine the shape of a hunter and hence given the name hunter. The Greek gave the name Orion to the constellation, which is the name of a hunter in their mythology. വേട്ടക്കാരൻ എന്നാണ് ഇതിൻ്റെ പേര്. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രത്തിൻ്റെ ഒരു ഗണമാണിത്. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാനാവും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിൻ്റെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. അടുത്തത് സപ്തർഷിസ് എന്നുള്ളതാണ്. This is a constellation in the northern horizon clearly visible during the month of April without the aid of a telescope. The name Saptarshis was given by Indians because 7 stars could be seen very clearly in this constellation. In Europe countries, it is known as the Big Dippers as it's the shape of a big spoon. It is a part of the constellation Ursa Major. സ്പദർകർഷികൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വ്യക്തമായി വടക്കൻ ചക്രവാളത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണിത്. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാണ് ഈ കൂട്ടത്തിൽ ഇന്ത്യയിൽ സ്പദർശികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ടിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായി ആണ് ഇത് കാണപ്പെടുന്നത്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് പ്രിപ്പറേഷൻസ് ഡു വി നീഡ് ഫോർ സ്റ്റാർ വാച്ചിങ്? നക്ഷത്ര നിരീക്ഷണത്തിന് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് വേണ്ടത്? എ പ്ലേസ് വിത്ത് എ ക്ലിയർ വ്യൂ ഓഫ് ദ സ്കൈ ഷുഡ് ബി ചോസൺ. ഡു നോട്ട് ചൂസ് എ പ്ലേസ് ദാറ്റ് ഈസ് ടു ബ്രൈറ്റ്. ചൂസ് എ ക്ലിയർ നൈറ്റ്. എ ക്ലൗഡി ഡേ ഷുഡ് ബി അവോയ്ഡഡ്. യൂസ് എ സ്റ്റാർ മാപ്പ് ഓർ ആപ്പ്. എന്താണ്? മേഘാവൃതമായ അന്തരീക്ഷമുള്ള ദിവസങ്ങൾ ഒഴിവാക്കണം. വ്യക്തമായി ആകാശം കാണുന്ന സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതാണ്. കൂടുതൽ പ്രകാശമുള്ള സ്ഥലം തിരഞ്ഞെടുക്കരുത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സ്പേസ് സ്റ്റേഷൻ? എന്താണ് ബഹിരാകാശ നിലയം? എ സ്പേസ് സ്റ്റേഷൻ ഈസ് എ ലബോറട്ടറി സെറ്റപ്പ് ഇൻ ദ സ്പേസ്. ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു പരീക്ഷണ ശാലയെയാണ് നമ്മൾ ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് പ്രോബ്ലംസ് ക്യാൻ ബി ഫേസ്ഡ് ബൈ ദ പീപ്പിൾ ഹൂ റീച്ച് ദ സ്പേസ് സ്റ്റേഷൻ? പരീക്ഷണങ്ങൾക്കും മറ്റുമായി ബഹിരാകാശ നിലയങ്ങളിൽ എത്തുന്നവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരിക? നോ എയർ, നോ വാട്ടർ ആൻഡ് സൗണ്ട്, നോ ഗ്രാവിറ്റി ആൻഡ് വെയിറ്റ്. അഥവാ വായു, ജലം എന്നിവയൊന്നും ഉണ്ടായിരിക്കില്ല, ശബ്ദമുണ്ടായിരിക്കില്ല, ഗുരുത്വാകർഷണം ഉണ്ടായിരിക്കില്ല, ഭാരം അനുഭവപ്പെടില്ല. ഇതൊക്കെയായിരിക്കും പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ. Sixth question, the moon is the biggest and the brightest body in the sky at night. What could be the reason? രാത്രി കാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും കാണുന്നത് ചന്ദ്രനെയാണല്ലോ. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്? The moon is the closest celestial body to the earth. That is why the moon is the brightest and largest in the night sky. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രന്. അതുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞു വലുതായി ചന്ദ്രനെ കാണുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ മൂൺ ആൻഡ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ചന്ദ്രനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ മൂൺ ഈസ് ദ ക്ലോസസ്റ്റ് celestial body
to the Earth. The moon revolves around the Earth. The moon is a satellite of the Earth. The light of the sun that falls on the moon gets reflected. The reflected light makes the moon glow and we see it as the light of the moon. It is a spherical shape, no atmosphere, not self-luminous, rotates itself and revolves around the Earth. These are the features of the moon. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ചന്ദ്രൻ ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശമായി നാം കാണുന്നത്. ഗോളാകൃതി, അന്തരീക്ഷമില്ല, ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ്, സ്വയം പ്രകാശിക്കുന്നില്ല, സ്വയം തിരിയുന്നു, ഭൂമിയെ ചുറ്റുന്നു തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ സാറ്റലൈറ്റ്സ്? എന്താണ് ഉപഗ്രഹങ്ങൾ? സാറ്റലൈറ്റ്സ് ആർ ദ celestial ബോഡി വിച്ച് റിവോൾവ്സ് അറൌണ്ട് ദ പ്ലാനറ്റ്സ്. ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. 9th question, how to differentiate the stars and other celestial bodies? നക്ഷത്രങ്ങളെയും മറ്റു ആകാശഗോളങ്ങളെയും എങ്ങനെ നമുക്ക് വേർതിരിച്ച് അറിയാം? Stars are self-luminous celestial bodies, but planets and satellites are not self-luminous. The light that falls on these bodies gets reflected and it makes them glow because of the reflection of the light. While observing the sky, we see the stars twinkling whereas the planets shine without twinkling. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ടും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായിട്ടും നമുക്ക് തോന്നാറുണ്ട്. 10th question, what is the solar system? സൗരയൂഥം എന്നാൽ എന്ത്? The solar system consists of the sun, the planet around the sun, satellite and many other celestial bodies. The earth and the other planets of the solar system revolve around the sun. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം എന്ന് പറയുന്നത്. ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. വാട്ട് ഈസ് ഓർബിറ്റ്? എന്താണ് പരിക്രമണ പഥം? ദ പാത്ത് ഓഫ് ദ celestial bodies ഈസ് കോൾഡ് ദ ഓർബിറ്റ്. ആകാശഗോളങ്ങളുടെ ഒരു സഞ്ചാരപാതയെയാണ് നമ്മൾ പരിക്രമണ പഥം എന്ന് പറയുന്നത്. 12th question, how many planets are there in the solar system? Write their names. സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? എത്ര ഗ്രഹങ്ങളാണുള്ളത്? 8 planets ആണ്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഏതൊക്കെയാണ്? 8 ഗ്രഹങ്ങളാണ്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. 13th question, what are the artificial satellites? Many mechanical devices including cameras and various instruments created by humans have been sent to space. They consistently revolve around the earth. These human-made devices are called artificial satellites. അതോ ക്യാമറയും മറ്റു നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് GPS? എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം? എന്താണ് GPS എന്ന് പറയുന്നത്? GPS enables us to view satellite image of our house, school and other places using mobile phone or computers. വീടും സ്കൂളും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും കാണാനാവും. ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കുന്ന കൃത്രിമോപഗ്രഹങ്ങളാണ് GPS എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ സർവീസസ് ദാറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് പ്രൊവൈഡ്? കൃത്രിമ ഉപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ടെലികമ്മ്യൂണിക്കേഷൻ, GPS, വെതർ ഫോർകാസ്റ്റ്, ഡിഫൻസ്, ദ ഡിസ്കവറി ആൻഡ് മാപ്പിംഗ് റിസോഴ്സസ്, സയൻറ്റിഫിക് എക്സ്പെഡീഷൻസ്, റിമോട്ട് സെൻസിംഗ്. നാവിഗേഷൻ, വാർത്താവിനിമയം, GPS, കാലാവസ്ഥാ പ്രവചനം, ഗതി നിർണയം, വിദൂര സംവേദനം, ശാസ്ത്ര പര്യവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകളുടെ കണ്ടെത്തലും രേഖപ്പെടുത്തലും, പ്രതിരോധം. വാട്ട് ആർ റോക്കറ്റ്സ്? റോക്കറ്റുകൾ എന്നാൽ എന്ത്? Rockets are the vehicles used to launch satellites and spacecraft into space. ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ ഇന്ത്യൻ റിസർച്ച് ഓർഗനൈസേഷൻ? ISRO. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന എന്നാൽ എന്ത്? The Indian Space Research Organization is the space agency responsible for planning and executing the space missions. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ, കളക്ട് ദ നെയിം ഓഫ് സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അതർ കൺട്രീസ്. മറ്റു രാജ്യങ്ങളിലെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുടെ പേരുകൾ ശേഖരിക്കാനാണ്. USA നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസയാണ്. ജപ്പാനിൽ ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയാണ്. അതുപോലെ തന്നെ ചൈനയിൽ ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. യൂറോപ്പിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. റൈറ്റ് ഡൗൺ ഇന്ത്യാസ് ലൂണാർ മിഷൻസ്. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനം നോക്കാം. ഇതിലെ ഒന്നാമത്തെ പ്രവർത്തനം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ചില പ്രധാന ചുവടുവെപ്പുകളാണ് തന്നിട്ടുള്ളത്. ബന്ധപ്പെട്ട വർഷങ്ങൾ രേഖപ്പെടുത്തി ക്രമത്തിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് വരേണ്ടത് ഏതാണ് കൂട്ടുകാരെ? അപ്പോൾ ഇതിൽ നമ്പർ ഇട്ടതാണ് ഓരോന്നായിട്ട് വരേണ്ടത്. 4 എന്ന് നമ്പർ ഇട്ടിട്ടുള്ളത് ISRO നിലവിൽ വന്നു. അതാണ് ഒന്നാമതായിട്ട് എഴുതേണ്ടത്. ഓഗസ്റ്റ് 15, 1969 പിന്നെ രണ്ടാമതായിട്ട് വരേണ്ടത് 6ാമത്തെ നമ്പറായിട്ടുള്ള ആര്യഭട 1 വിക്ഷേപണമാണ്. ഏപ്രിൽ 19, 1975. അതുപോലെ 2 എന്നുള്ളത് ഇൻസാറ്റ് ആണ് മൂന്നാമതായിട്ട് വരേണ്ടത്. ഏപ്രിൽ 10, 1982. 5 എന്ന നമ്പർ ചന്ദ്രയാൻ 1 ഒക്ടോബർ 22, 2008. ഇനി അതിനുശേഷം വരേണ്ടത് നവംബർ 5, 2023 നടന്നത് മംഗളയാൻ 1. ഏറ്റവും അവസാനം വരേണ്ടത് ഏതാണ്? അവസാനം വരേണ്ടത് ആദിത്യ L1. അതിൻ്റെ വിക്ഷേപണം സെപ്റ്റംബർ 2, 2023. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെയാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇതിലെ അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ഓരോന്നും ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് വരച്ച് കണ്ടെത്താനാണ് പറയുന്നത്. ഭൂമിയുടെ ഉപഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രൻ. കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നത് ഏതാണ്? കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്നത് റോക്കറ്റ്. ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശവസ്തു ഉപഗ്രഹങ്ങൾ. സ്വയം പ്രകാശിക്കുന്നത് സൂര്യന്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതിന് ഇംഗ്ലീഷ് മീഡിയമാണ്. മാച്ച് ദ ഫോളോയിങ്. എർത്ത് സാറ്റലൈറ്റ് ഏതാണ്? മൂണാണ്. വെതർ ഫോർകാസ്റ്റിംഗ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. ടു ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് റോക്കറ്റ് ആണ്. ടെറസ്ട്രിയൽ ബോഡീസ് ആൻഡ് ദാറ്റ് ഓർബിറ്റ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ആണ്. സെൽഫ് ഗ്ലോയിങ് സൺ ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ലെറ്റ്സ് അസസ് എന്നുള്ളതിലുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം. ഇനി അടുത്ത പാഠഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.